ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാൽമുട്ട് വേദനയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം, ഇന്ന് കാൽമുട്ട് വേദന വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു. പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് കാൽമുട്ട് വേദന വരാറുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള കാരണങ്ങളായാലും കാൽമുട്ടിലെ ചുറ്റുമുള്ള മസിൽസ് നന്നായി സ്ട്രോങ് ആക്കി എടുക്കുക, നന്നായിട്ട് പവർഫുള്ളാക്കി എടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു ഉത്തമമായ പരിഹാരമായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ രീതിയിൽ നമ്മുടെ കാൽമുട്ടിലെ മസിൽസ് ത്രൂ ഔട്ട് നമ്മുടെ കാൽ മൊത്തം എല്ലാ മസിൽസിനെയും നല്ല സ്ട്രോങ് ആക്കി എടുക്കുന്നതിന് സഹായിക്കുന്ന 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി കാൽമുട്ട് വേദനയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു വാമപ്പ് എന്ന രീതിയിൽ ചെയ്യാവുന്ന എക്സസൈസ് കാണാം. അതിനായിട്ട് നന്നായി നിവർന്ന് നിൽക്കാം. റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് നീട്ടാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽ നന്നായി മുകളിലേക്ക് ഇന്നേൽ, കാൽമുട്ട് മടക്കാതെ ആൻഡ് എക്സേൽ, കാൽവിരലുകൾ നന്നായി താഴേക്ക് പോയിന്റ് ചെയ്തോളൂ. റിലാക്സ്. സെയിം വിത്ത് ദ ലെഫ്റ്റ് ലെഗ്. കാൽ നന്നായി ഫ്രണ്ടിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇന്നേൽ അപ്പ് ആൻഡ് എക്സേൽ, കാൽവിരലുകൾ താഴേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് കാൽമുട്ടുകൾ മടക്കാതെ റിലാക്സ്. അടുത്തതായി കാലുകൾ തമ്മിൽ ഒരു 3 ഫീറ്റ് അകലത്തിൽ വയ്ക്കാം. അധോമുഖാസനത്തിൻ്റെ വേരിയേഷൻ. കൈകൾ കോർത്ത് പുറകിൽ പിടിക്കാം. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് നന്നായി തിരിയാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ആൻഡ് എക്സേൽ. റിലാക്സ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ആൻഡ് എക്സേൽ ഡൗൺ ടിയർ. അടുത്തതായി താടാസനം. വളരെ സിമ്പിളായിട്ടുള്ള താടാസനം. കാലുകൾ ചേർത്ത് വയ്ക്കാം, കൈകൾ കോർത്ത് പിടിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽ വിരലുകളിൽ ഉയരാം. റെഡി? നീൽ അപ്പ്. കാൽ വിരലുകളിൽ നന്നായി ഉയരാം. ആൻഡ് എക്സേൽ. ഒരു തവണ കൂടി കാണിക്കാം. നീൽ അപ്പ്. കാൽ വിരലുകൾ ഫ്ലോറിൽ പ്രസ് ചെയ്തുകൊണ്ട് നന്നായി കൈകളെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് റിലാക്സ് യുവർ ഹാൻഡ്സ്. ഇപ്പോൾ നമ്മൾ കണ്ട 3 യോഗാസനങ്ങളും 1 മുതൽ 3 തവണ വരെ ദിവസേന പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 2-3 മാസങ്ങൾക്കകം വളരെയധികം വ്യത്യാസം കാൽമുട്ട് വേദനയ്ക്ക് കണ്ടുവരാറുണ്ട്. അടുത്ത എപ്പിസോഡിൽ പുതിയ യോഗാസനമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.